പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്നില്ലേ, ഒരു പിടി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യർ. 11 മണിക്ക് ഒരു പിടി ചോറിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ഇവരധികവും. ഈ മഴക്കാലത്ത് ഒരു പിടി ചോറ് കിട്ടാണ്ട് കഷ്ടപ്പെടുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇന്നത്തെ ഭക്ഷണം കൊടുക്കുന്നത് മൂര്യാടിലെ റൌഫ്, പ്രവാസി മലയാളി എന്ന ആ നല്ല മനുഷ്യനാണ്. അവരുടെ വകയാണ് ഇന്നത്തെ ഭക്ഷണം. ഇനി നാളെ തൊട്ട് ആരതാണെന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണം. ഇവർ ബാഹ്യമായിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഇവരെ നമ്മൾ ആരാണ് എന്താണ് എന്ന് നോക്കണ്ട. ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അല്ലാതെ അവർക്ക് വേറെ ഒന്നും കിട്ടൂല. അപ്പോൾ ഒരു പിടി ചോറിന് വേണ്ടി യാചിക്കുന്ന ഈ മനുഷ്യരുടെ സങ്കടപ്പാടുകൾ കണ്ട് ഇതൊരു ആചാരവും അനുഷ്ഠാനവും ഒന്നുമല്ല. വിശക്കുന്നവനുള്ള ഒരു ആശ്വാസമായിട്ട് നിങ്ങൾ മാറണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ഈ നല്ല മനുഷ്യനെ പോലെ, ഈ റൌഫ് ഖാനെ പോലെ നിങ്ങളും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവണം. ഈ പ്രവാസി മലയാളിയായ റൌഫ് ഖാൻ മൂര്യാടുള്ളവരാണ്. അവർക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിച്ചതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, നീണ്ട നിര കാണുന്നില്ലേ? ഒരു പിടി ചോറിന് വേണ്ടിയിട്ടുള്ള നിരയാണിത്. നമ്മളെ അനാഥാലയങ്ങളിലും ദൈവം സഹായിച്ചിട്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റോഡിൽ ഒറ്റപ്പെട്ടു പോയ ആരോരും ഇല്ലാത്ത പാവങ്ങൾക്ക് ഒരു പിടി ചോറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് വളരെ ഏറെയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടെല്ലാവരോടും അപേക്ഷിക്കുന്നത്, ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെല്ലാം താല്പര്യം കാണിക്കണം. ഇവരെ വിധിക്കേണ്ട നമ്മൾ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇവർ ചെയ്ത തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കണ്ട. പക്ഷേ അവർ മനുഷ്യരാണ്, സഹോദരങ്ങളാണ്. അവർക്ക് ഒരു പിടി ചോറിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്. പോട്ടെ പോട്ടെ, സാറില്ല കൊടുക്ക്. ശരി, നമുക്ക് നാളെ കാണാം. നാളെ കാണാം. ഇപ്പോൾ പോയിക്കോ, നാളെ കാണാം. ഒരു പിടി ചോറിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ നീണ്ട ക്യൂ ആണിത്. ഈ പെരുമഴക്കാലം ഒരു പിടി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുടെ ഈ രോദനം നിങ്ങളൊന്ന് കേൾക്കണം. അവരെ ഒന്ന് സഹായിക്കണം. ഇവരെ തെറ്റുകുറ്റങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. നമ്മളെ മൂര്യാടിലെ പ്രവാസി മലയാളി റൌഫ് ഖാൻ്റെ വകയാണ് ഇന്നത്തെ ഭക്ഷണം. ഈ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തോന്നിച്ച ആ വലിയ മനസ്സിന് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നന്ദി പറയാം. ഇനിയും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായും ആരോഗ്യമായും എല്ലാം അനുഗ്രഹിക്കണേ എന്ന് നമുക്കെല്ലാം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം.